തിയേറ്ററിൽ വലിയ ആഘോഷം തീർക്കാൻ മോഹൻലാലിന്റെ ഒരു ചിത്രം വരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. അതിൽ ഒന്ന് ജിത്തു മാധവൻ ഒരുക്കുന്ന ഒരു മോഹൻലാൽ ചിത്രമായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പല മൂവി അനലിസ്റ്റുകളും വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതുകൂടാതെ മറ്റൊരു കഥാപാത്രം കൂടി മോഹൻലാലിന്റേതായി തിയേറ്ററിൽ ഏറ്റവും വലിയ ആഘോഷമാക്കാൻ കഴിയുന്ന ഒരു ചിത്രം വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു മോഹൻലാൽ കഥാപാത്രം മോളിവുഡിൽ സംഭവിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ അത് ആര് ചെയ്യുന്നു എന്നതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. അത് ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അമൽ നീരദ് എന്ന സംവിധായകന്റെ സംവിധാനത്തിൽ നിന്നാകും എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഏറ്റവും പുതിയ മൂവി അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം മോഹൻലാൽ അമൽ നീരദ് ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ വർക്കുകൾ ഉടനെ തന്നെ ആരംഭിക്കാൻ പോകുന്നു എന്നതാണ്. ഉടനെ തന്നെ അങ്ങനെ ചിത്രം സംഭവിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടാണ് മൂവി അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയും ചില സംഭവങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു. എന്തായാലും 2 ചിത്രങ്ങൾ മോഹൻലാലിന്റെ പൈപ്പ് ലൈനിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലുള്ള തിയേറ്റർ ആഘോഷമാക്കാൻ കഴിയുന്ന, തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ കഴിയുന്ന 2 ചിത്രങ്ങൾ. അത് ഒന്ന് ജിത്തു മാധവന്റേതാണെന്ന് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അമൽ നീരദ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അമൽ നീരദിന്റെ ചിത്രം ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെ നോക്കുമ്പോൾ അതിനു മുമ്പേ തന്നെ വലിയ ആഘോഷമാക്കാൻ കഴിയുന്ന എമ്പുരാനൊക്കെ വരുന്നുണ്ട്. സീരിയസ് മാറ്റർ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെങ്കിലും മോഹൻലാലിന്റെ നായകവിവേഷത്തിലുള്ള ഗംഭീര ആഘോഷ മൊമെന്റ് ഒക്കെ പൃഥ്വിരാജ് നമുക്ക് വേണ്ടി ഒരുക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും കൂടുതൽ പ്രതീക്ഷ ജിത്തു മാധവൻ ഒരുക്കുന്ന ചിത്രത്തിലായിരിക്കുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോഴാണ് ജിത്തു മാധവന്റെ വരാൻ പോകുന്ന സിനിമകളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. ഏതാണ്ട് 3 സിനിമകളാണ് ജിത്തു മാധവന്റെ തൂലികയിൽ നിന്നും വരാൻ പോകുന്നത്. ഒന്ന് മോഹൻലാൽ നായകനാകുന്ന ജിത്തു മാധവൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രമാണ്. അത് ഏകദേശം കൺഫേം ആയി കഴിഞ്ഞു. കൂടാതെ ജിത്തു മാധവൻ തിരക്കഥ എഴുതുന്ന 2 സിനിമകൾ കൂടി മലയാളത്തിൽ സംഭവിക്കുകയാണ്. ഒന്ന് പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ചിത്രമാണ് ജിത്തു മാധവൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. പിന്നൊന്ന് ചിദംബരം സംവിധാനം ചെയ്യുന്ന ജിത്തു മാധവന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ഒരു ചിത്രവും സംഭവിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ചിത്രം സംവിധാനം ചെയ്യുന്നത് തങ്കം എന്ന ചിത്രത്തിന്റെ ഡയറക്ടർ ഷാഹിദ് അറഫാത്ത് ആയിരിക്കുമെന്നാണ് റൂമറുകൾ പുറത്തുവരുന്നത്. മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റത്തിനനുസരിച്ച് മോഹൻലാലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്നതും. ഇത് മോഹൻലാൽ തന്നെ തിരിച്ചറിഞ്ഞു എന്നതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ നിന്നും വ്യക്തമാകുന്നത്. തന്റെ ആരാധകർക്ക് തന്റെ തിരഞ്ഞെടുപ്പുകളിൽ വിഷമമുണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള ഗംഭീര സിനിമകളും അദ്ദേഹം ചെയ്യുന്നു എന്നതാണ്. ഇത് വലിയ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു. ഇന്നലെ മുതൽ അതിനായിരുന്നു വലിയ രീതിയിൽ ചർച്ചകൾ നടന്നത്. എന്നാൽ മോഹൻലാൽ മാത്രമല്ല, തിയേറ്ററിൽ വലിയ പൂരപ്പറമ്പാക്കാൻ സാധിക്കുന്ന, വലിയ ആഘോഷമാക്കാൻ സാധിക്കുന്ന ഗംഭീര സിനിമകൾ നമ്മുടെ മലയാളത്തിലെ യുവനിരയിലും സംഭവിക്കുന്നു എന്നതാണ് കാണേണ്ടത്. അതിലൊന്നാണ് നമുക്ക് മുന്നിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്താൻ പോകുന്ന ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന മാർക്കോ. മാർക്കോയെ പ്രേക്ഷകർ അതുപോലെ തന്നെയാണ് കാണുന്നതെന്ന് മാർക്കോയുടെ സ്വീകാര്യത കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതാണ് ചിത്രത്തിന്റെ ബുക്കിംഗിൽ പ്രകടമായിരിക്കുന്നതും. ഹനീഫ് അദേനി സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് 2 ദിവസം മുൻപേ ആരംഭിച്ചിരുന്നു. ബുക്ക് മൈ ഷോ ബുക്കിംഗിൽ 130Kക്ക് മുകളിലാണ് ഇതുവരെ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. ബുക്കിംഗ് ഓപ്പൺ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ഫാസ്റ്റ് ഫില്ലിംഗ് ആകുന്ന സാഹചര്യമാണ് കാണുന്നത്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം മാർക്കോയുടെ പ്രീ സെയിൽസ് കളക്ഷൻ 1 കോടിക്ക് മേൽ വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ആദ്യദിന കളക്ഷൻ നേടുന്ന ചിത്രമായി മാർക്കോ മാറും. മാളികപ്പുറത്തിന്റെ കളക്ഷൻ റെക്കോർഡാണ് മാർക്കോ തിരുത്തി കുറിച്ചത്. ചിത്രത്തിന്റെ സെൻസറിംഗ് ഘടകങ്ങളും വാർത്തകളിൽ വരുന്ന ചർച്ചയാണ്. 2 മണിക്കൂറും 25 മിനിറ്റുമാണ് മാർക്കോ സിനിമയുടെ ദൈർഘ്യം. നിരവധി ആക്ഷൻ സീനുകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും വയലൻസിന് പ്രാധാന്യം നൽകിയ ഒരു മാസീവ് വയലൻസ് ചിത്രം എത്തുന്നത് ആദ്യമായാണ്. വയലൻസ് എലമെന്റ് കൂടുതലുള്ളതിനാൽ സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത്. മലയാളത്തിന്റെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്നാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത്. ഹനീഫ് അദേനി ചിത്രം മിഖായിലിൽ ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം മാർക്കോ ജൂനിയറിനെ ഫോക്കസ് ചെയ്തുള്ള സ്പിൻ ഓഫ് ആണിത്. വില്ലനെയും വില്ലന്റെ വില്ലത്തരങ്ങളും ഹൈലൈറ്റ് ചെയ്ത് എത്തുന്ന ഈ ചിത്രത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലെ കിങ്സൺ ആണ്. 100 ദിവസം നീണ്ടുന്ന ചിത്രീകരണത്തിൽ 60 ദിവസവും ആക്ഷൻ രംഗങ്ങളായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമ കൂടിയാണ് മാർക്കോ. എന്തായാലും ചിത്രത്തിന്റെ ഫൈനൽ പ്രീ സെയിൽ എന്തായിരിക്കുമെന്നുള്ള പ്രഡിക്ഷൻ ആണ് ഇപ്പോൾ പ്രേക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ ഫാൻസും ഇതിനൊപ്പം കൂടിയിട്ടുണ്ട്. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആദ്യദിന കളക്ഷനാണ് മാർക്കോയിലൂടെ നേടാൻ പോകുന്നത്. മാർക്കോയ്ക്ക് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കൂടി കിട്ടിയാൽ പിന്നെ നോക്കണ്ട, 100 കോടിയിൽ എത്താൻ ഇതൊക്കെ ധാരാളമാണ്.